പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ത്രിയേക ദൈവതിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മശിഹാ തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ വന്ന് അവിടെ നിന്ന് നമ്മളോട് കൽപ്പിച്ചു പറയുന്ന മധുരമൊഴികളെ സ്വാംശീകരിച്ചെടുപ്പാൻ ഭാഗ്യമൊരുക്കി തന്ന കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ധ്യാനചിന്തയിലേക്ക് വരാം. സങ്കീർത്തനം, ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ ആ സങ്കീർത്തനം തുടങ്ങുമ്പോൾ തന്നെ സങ്കീർത്തകൻ പറയുന്നു, ദുഷ്ടന്മാരെ ദൂരെ നിർത്തുന്നവനും പാപിയോട് അകലം പാലിക്കുന്നവനും പരിഹാസിയെ വിട്ടൊഴിയുന്നവനും അത്രേ ഭാഗ്യവാനെന്ന്. സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ ഈ ഭാഗ്യവാനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ദുഷ്ടനെ ദൂരെ നിർത്തുന്നവൻ. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ദുഷ്ടനെന്ന് വിളിക്കുന്നത് ആരെയാണ്? നമ്മളൊക്കെ സാധാരണ നിലയിൽ ദുഷ്ടനെന്ന് വിളിക്കുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്തവരെയാണ്. ചില ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരെ ദുഷ്ടനെന്ന് വിളിക്കുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. ചില ഭർത്താക്കന്മാർ തിരിച്ചവരുടെ ഭാര്യമാരെ ദുഷ്ട എന്ന് വിളിക്കുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. ഇഷ്ടമില്ലാത്ത അപ്പനെ, ഇഷ്ടമില്ലാത്ത അമ്മയെ, ഇഷ്ടമില്ലാത്ത ആങ്ങളയെ, ഇഷ്ടമില്ലാത്ത നാത്തൂനെ, ഇഷ്ടമില്ലാത്ത പെങ്ങളെ, ഇഷ്ടമില്ലാത്ത ആങ്ങളയെ ഒക്കെ ആളുകൾ ദുഷ്ടൻ എന്ന് വിളിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ കൂടെ ജോലി ചെയ്യുന്ന പലരെയും ഇഷ്ടമല്ലെങ്കിൽ ദുഷ്ടനെന്ന് വിളിച്ച ഒരു ശീലം നമുക്കുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവവചനം ദുഷ്ടൻ എന്ന് വിളിക്കുന്നത് പിശാചിനെയാണ്. ദുഷ്ടൻ എന്ന് വേദപുസ്തകം ആദ്യാവസാനം പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യനെ സത്യത്തിൽ നിന്നും നീതിയിൽ നിന്നും ദൈവത്തിൽ നിന്നും ദൈവസ്നേഹത്തിൽ നിന്നും ഒക്കെ അകറ്റി പാപത്തിലേക്കും നാശത്തിലേക്കും ദോഷത്തിലേക്കും നരകത്തിലേക്കുമൊക്കെ നടത്തുന്ന പിശാചിനെക്കുറിച്ചാണ്. ആരംഭം മുതൽ ദുഷ്ടൻ മാനവ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അവന് വ്യക്തമായ ഒരു അജണ്ടയുണ്ട്: എല്ലാ ആത്മാക്കളെയും നരകത്തിലെത്തിക്കുക. എന്നാൽ ദൈവപദ്ധതി അതിന് വിപരീതമാണ്: എല്ലാ ആത്മാക്കളെയും സ്വർഗത്തിലെത്തിക്കുക. ദുഷ്ടൻ പലപ്പോഴും മനുഷ്യജീവിതത്തിൽ ഇടപെടുന്നത് നേരിട്ടൊന്നുമല്ല. നേരിട്ടങ്ങനെ ഇടപെടുന്നൊരു രീതി ദുഷ്ടനില്ല. ദുഷ്ടൻ തന്ത്രപരമായിട്ടാണ് തൻ്റെ സമീപനങ്ങളെല്ലാം സ്വീകരിക്കുന്നത്. ഈ തന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും വളരെ മധുരമുള്ള ആലോചനകളായിട്ടാണ് അത് മനുഷ്യന് ലഭിക്കുക. മധുരമുള്ള ആലോചന, ലാഭകരമായ ആലോചന, നേട്ടമുള്ള ആലോചന, മുൻപിൽ ഒരുപക്ഷെ വലിയ സാധ്യതകൾ ഇട്ടുകൊണ്ടുള്ള ആലോചന, അത് കൊണ്ടത്തരുന്ന ഈ ദുഷ്ടൻ അതുവഴി പോകാൻ, അതെടുക്കാൻ, അത് ആസ്വദിക്കാൻ, അതിലലിയാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. എന്നാൽ ഈ മധുരതരമായ ആലോചന, ലാഭകരമായ ആലോചന, നേട്ടമുണ്ടാക്കാമെന്ന് തോന്നുന്ന ആലോചന ഗുണമോ ദോഷമോ എന്ന് വിവേചിക്കാനുള്ള വിവേകം വിനിയോഗിക്കാതെ, ഈ ആലോചന ദൈവഹിതമാണോ എന്ന് ദൈവവചനപ്രകാരം ശോധന കഴിക്കാതെ, ഈ കേട്ട ആലോചന ദൈവ ഇഷ്ടമാണോ എന്ന് ആരായേണ്ടവരോട് ആരായാതെ, ഈ കേട്ട ആലോചന പറഞ്ഞ ആളെ അന്ധമായി വിശ്വസിച്ച് ഈ ആലോചനയ്ക്ക് വശംവദരാകുമ്പോഴാണ് ഒരുവൻ ചതിക്കുഴിയിൽ വീഴുന്നത്. ഈ ലോകത്ത് ഇന്നുവരെ ദുഷ്ടൻ്റെ ആലോചന ഒരുപാട് പേരെ ചതിക്കുഴിയിൽ വീഴ്ത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാമത് വീണത് ആദിമാതാവായ ഹൗവയാണ്, ഒപ്പം ആദവും. ദൈവം പറഞ്ഞിരുന്നു, തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം നിങ്ങൾ തിന്നരുത്, തിന്നാൽ തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്ന് തന്നെയാണ് ദൈവകൽപ്പന. പാമ്പെന്നാൽ സ്ത്രീയോട് പറഞ്ഞത് തിന്നാൽ മരിക്കില്ല എന്ന് മാത്രമല്ല, തിന്നാൽ ദൈവത്തെ പോലെയാകും എന്നൊരു ഓഫറും കൂടെ കൊടുത്തു. മരിക്കുമെന്ന് പറഞ്ഞിടത്ത് മരിക്കില്ല എന്ന് പറയുന്നത് ഒരു വലിയ ശുഭപ്രതീക്ഷ കൊടുക്കുന്നുണ്ട്. ദൈവത്തെ പോലെ ആകുമെന്ന് പറയുന്നത് ഇരട്ടി മധുരമായി പരിണമിക്കുന്നുണ്ട്. അപ്പോൾ വലിയ ആശയക്കുഴപ്പം നടക്കുകയാണ് ഹൗവയുടെ ഉള്ളത്തിൽ. ആദാമും ഈ ആശയക്കുഴപ്പത്തിലായി. ദൈവമക്കളെ, ഇവിടെയാണ് ഒരു മനുഷ്യൻ്റെ വിവേചനാധികാരം വിനിയോഗിക്കേണ്ടത്. എന്നെ സൃഷ്ടിക്കുകയും തൻ്റെ സ്വരൂപം തരികയും
ഏദൻ തോട്ടം എനിക്ക് അവകാശമാക്കി തരികയും ഇതിന്മേൽ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തരികയും ചെയ്ത എൻ്റെ ദൈവം എന്നോട് അരുതെന്ന് പറഞ്ഞാൽ അത് അരുതെന്ന് തന്നെയാണ്. അതിന് ഉപരിയായി മറ്റാരെങ്കിലും എന്തെങ്കിലും പ്രലോഭന വാക്കുകൾ എന്നോട് പറഞ്ഞാൽ അത് പരീക്ഷിക്കേണ്ട കാര്യം എനിക്കില്ലെന്നൊരു വിനിയോഗം അവിടെ ഉണ്ടായില്ല. മറിച്ച് മധുരതരമായ ലാഭകരമായ ഈ ആലോചന പ്രാക്ടിക്കലാക്കി നോക്കുകയാണ് ഹൗവയും ആദവും ചെയ്തത്. കൊടുക്കേണ്ടി വന്ന വില ചെറുതായിരുന്നില്ല എന്ന്, അത് മാനവകുലം മുഴുവൻ്റെ മേലും വലിയ വേദനയായി പരിണമിച്ചു എന്ന് നമുക്ക് വ്യക്തതയോടെ ബോധ്യപ്പെടുന്നുണ്ട്. ഇതൊരു ചെറിയ ഉദാഹരണമാണ്. ഇതേ നിലവാരത്തിൽ ഇപ്പോഴും ആളുകളുടെ ജീവിതത്തിൽ ആനുകാലികമായി ഈ ദുഷ്ടൻ്റെ ഇടപെടൽ നടക്കുന്നുണ്ട്. മനുഷ്യൻ പലപ്പോഴും ദുഷ്ടൻ്റെ ഇടപെടലിനെക്കുറിച്ച് വളരെ തെറ്റായ ചിന്താഗതികളൊക്കെയാണ് വെച്ചു പുലർത്തുന്നത്. ദുഷ്ടൻ വീട്ടിൽ വലിയ ഉപദ്രവങ്ങൾ അഴിച്ചുവിടുന്നു, മാരക രോഗങ്ങൾ ആളുകളിൽ വരുത്തുന്നു, അപകടങ്ങൾ കൊണ്ടുവരുന്നു, ആളുകളുടെ വണ്ടി മറിച്ചിടുന്നു, ബിസിനസ് തകർത്ത് കളയുന്നു എന്നൊക്കെ. ഇതൊക്കെ പിടിപ്പുകേട് കൊണ്ടോ അല്ലെങ്കിൽ ആസൂത്രണമില്ലാത്തത് കൊണ്ടോ സുരക്ഷിതത്വ ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടോ അലസമായി കൈകാര്യം ചെയ്യുന്നത് കൊണ്ടോ ഒക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതൊന്നുമല്ല ശരിക്കും ദുഷ്ടൻ്റെ ഇടപെടൽ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അതിമോഹം സൃഷ്ടിക്കുക. ന്യായമായ വരുമാനമുണ്ട്, വളരെ സന്തോഷകരമായിട്ടാണ് ജീവിക്കുന്നത്, ഇപ്പോൾ തൽക്കാലം തരക്കേടൊന്നുമില്ല, ജീവിതത്തിൽ ക്രമക്കേടൊന്നും ചെയ്യേണ്ടി വരുന്നില്ല, ആവശ്യത്തിന് ഇൻകമുണ്ട്, അത് ചിലവഴിച്ച് സുരക്ഷിതമായി ജീവിക്കാം, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരാളുടെ മുമ്പിലേക്ക് വലിയ ചില ഓഫറുകൾ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചിലർ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴുള്ള പണത്തിൻ്റെ പാതി ഇവിടെ മുടക്കിയാൽ നിങ്ങൾക്ക് ഒരാണ്ട് കഴിയുമ്പോൾ നിങ്ങൾ മുടക്കിയതിൻ്റെ 5 മടങ്ങ് അല്ലെങ്കിൽ 10 മടങ്ങ് തിരികെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരുപാട് വളരാൻ കഴിയും. നിങ്ങളുടെ വീട് ഒരുപക്ഷെ ഒരു കൊട്ടാരമായി പണിയാൻ കഴിയും. നിങ്ങൾക്ക് ഇപ്പോഴുള്ളതായ 10 സെൻറ്റോ 50 സെൻറ്റോ ഭൂമി ഒരു 10 ഏക്കറയോ അതിലധികമോ വർദ്ധിപ്പിക്കാൻ കഴിയും. നാളെ നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയാകാൻ കഴിയും. ഇങ്ങനെയുള്ള ഓഫറുകൾ കേൾക്കുമ്പോൾ ആളുകളുടെ മോഹം ഇരട്ടിയാവുകയാണ്. അന്നോളം ജീവിതത്തിൽ ഒരു കുഴപ്പവും ആളുകൾക്കുണ്ടായിരുന്നില്ല, സമാധാനക്കേടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരിൽ സംഘർഷം ആരംഭിക്കുകയാണ്. ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ, ചെയ്യണോ വേണ്ടയോ, ചെയ്യണോ വേണ്ടയോ, പിന്നെ കൂലങ്കൂഷമായി ചിന്തയായി, അത് സംബന്ധിച്ച ചർച്ചയായി, വേറെ ഒന്നും ആലോചിക്കുന്നില്ല. ആത്മീയത മറന്നു, പ്രാർത്ഥന മറന്നു, ജീവിതത്തിൻ്റെ സ്മൂത്തായ ഒഴുക്ക് നഷ്ടപ്പെട്ടു. പിന്നെ അവർക്ക് ഇത് സംബന്ധിച്ചുള്ള ആലോചനകളാണ്. കുറേ കൂടെ ലാഭമുണ്ടാക്കാൻ പറ്റുമല്ലോ, അത് ചെയ്യണമെന്നായി ഒരാൾ. ഭാര്യ അങ്ങനെ തർക്കിക്കുമ്പോൾ ഭർത്താവ് പറഞ്ഞു, ആലോചിച്ചിറങ്ങിയില്ലെങ്കിൽ അബദ്ധം പറ്റും. നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നു, അവസാനം മറ്റ് പലരും നമ്മുടെ മോളിൽ കയറി പോകുമ്പോൾ നമ്മൾ എന്നും ഈ കിടപ്പ് ഇവിടെ കിടക്കത്തേ ഉള്ളൂ, ഇവിടെ എന്നും പട്ടിണിയും കഞ്ഞിയുമായി, എനിക്ക് നന്നാകാൻ യോഗമില്ല, എൻ്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് ഭാര്യ ചങ്കത്തടിക്കുമ്പോൾ ഭർത്താവ് വിചാരിക്കും ഇനി അവളെ സങ്കടപ്പെടുത്തണ്ട, ഇപ്പോൾ കയ്യിലുള്ളതിൻ്റെ പാതി അങ്ങ് മുടക്കിയേക്കാം. അവസാനം ഒരു കോംപ്രമൈസ് ആകും. ചിലപ്പോൾ നേരെ തിരിച്ചാ സംഭവിക്കുക. ഭാര്യ വിവേകത്തോടെ പറയും, അരുത്, ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് ഇതൊന്നും വെറുതെ കൊണ്ടുപോയി കളയരുത്, എന്താ ഏതാണെന്ന് ആർക്കാ അറിയാവുന്നത്, ആരെയാ വിശ്വസിക്കാൻ പറ്റുന്നത്, ഇപ്പോൾ നമുക്ക് തൽക്കാലം തിരക്കേടൊന്നുമില്ല, നമ്മുടെ കുടുംബത്തിൽ സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്, വരുമാനമുണ്ട്, ജീവിച്ചങ്ങ് പോയാൽ മതി, ആരെയും ഒരർത്ഥത്തിലും നമ്മൾ ഉപദ്രവിക്കുന്നില്ല, ആരും നമ്മളെയും ഉപദ്രവിക്കുന്നില്ല, നീ ഒന്ന് പോടി, നീ ഇങ്ങനെ പൊട്ടത്തരം പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്തെങ്കിലും 10 കാശുണ്ടാക്കാൻ പറ്റുമോ, ആളുകളൊക്കെ വളരുന്നതും വലുതാകുന്നതും കണ്ടില്ലേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. ഇപ്പോൾ ദൈവമാണ് ഒരാളെ പറഞ്ഞു വിട്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കണം ഭർത്താവിൻ്റെ ചിന്ത പോയ വഴി. ഭർത്താവ് നിരന്തരം പ്രഷർ കൊടുക്കുകയും ആ സ്ത്രീയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും ചെയ്യുമ്പോൾ എന്തെങ്കിലും ആയിക്കോ, ഇനി ഞാൻ തടസ്സം നിന്നൊന്ന് വേണ്ട എന്ന് ഭാര്യ ഒരു വാക്ക് പറഞ്ഞു കിട്ടിയാൽ കാശെടുത്ത് കൊടുക്കുകയായി. ദൈവമക്കളെ, ഒടുവിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ആളെയോ പ്രസ്ഥാനത്തെയോ അതിനുവേണ്ടി തുറന്നു വെച്ച ഓഫീസോ 3-4 മാസത്തിനപ്പുറം കാണാതെയാകുമ്പോൾ, മുടക്കിയ പണം എവിടെ പോയെന്നറിയാതെ വരുമ്പോൾ, കുടുംബത്തിൻ്റെ ഭദ്രത നഷ്ടപ്പെടുമ്പോൾ, ദൈവമക്കളെ പിന്നെ ഈ നഷ്ടപ്പെട്ടത് ഉണ്ടാക്കിയെടുക്കാനുള്ള വെപ്രാളമാണ്. അപ്പോൾ ഇതുപോലുള്ള വഞ്ചകരായ ആളുകൾ വേറെ ചില ഓഫറുകളുമായി വേറെ ചില വശങ്ങളിൽ വാതുറന്നിരിപ്പുണ്ട്. ഒരേ കാറ്റഗറിയിൽ പലരുണ്ട്, പക്ഷെ തിരിച്ചറിയാൻ പറ്റുന്നില്ല സത്യമേതാണ് മിഥ്യ ഏതാണ്. അപ്പോൾ ബാക്കി കൂടെ വിറ്റുപെറുക്കി അതിമോഹം ഉള്ളിലിട്ട് നഷ്ടപ്പെട്ടത് തിരികെ പിടിക്കാനാണ് പിന്നെ പലരും മുന്നിട്ടിറങ്ങുന്നത്. എന്തു പറ്റുന്നു? എല്ലാം നഷ്ടപ്പെടുന്നു.
ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, കയ്യിലുണ്ടായിരുന്ന കാശ് ബിസിനസ്സിനായി ഇറക്കി, അതിൽ നഷ്ടം വന്നപ്പോൾ ആ ബിസിനസ് എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്ന് പറഞ്ഞ് പോയത് പോകട്ടെ, ഇനി ഉള്ളതുകൊണ്ട് ഞാൻ വേറെ എന്തെങ്കിലും ചെയ്ത് സത്യസന്ധമായി ജീവിക്കണമെന്ന് നനയ്ക്കാതെ കുറേ വായ്പ വാങ്ങിയോ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തോ, വീട് പണയപ്പെടുത്തിയോ, പലിശയ്ക്കെടുത്തോ, ബ്ലേഡ് പലിശയ്ക്കെടുത്തോ, വീണ്ടും അതേ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് പൊട്ടിപ്പാളീസായി തകർന്ന് തരിപ്പണമായി പോയ ഒരുപാട് ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ദുഷ്ടൻ്റെ ആലോചനകൾ വരുന്നത്. ഇത് ഒരു വകുപ്പ് മാത്രമാണ് പറഞ്ഞത്. ദൈവമക്കൾ, ദുഷ്ടൻ ഒരുപാട് ഇടങ്ങളിൽ ഒരുപാട് ആലോചന ഒരുപാട് മേഖലകളിലൂടെ മനുഷ്യന് കൊടുക്കുന്നുണ്ട്. അതൊക്കെ വിവേചിക്കാനും അതൊക്കെ ദൈവഹിതമാണോ എന്ന് ആരായാനുമൊക്കെയുള്ള മനസ്സാണ് ദൈവമക്കൾ കണ്ടെത്തേണ്ടത്. അല്ലെങ്കിൽ കൊടുക്കേണ്ടി വരുന്ന വില ചെറുതായിരിക്കില്ല, വലുതായിരിക്കും. അതുകൊണ്ടാണ് വ്യക്തമായി സങ്കീർത്തകൻ പറഞ്ഞത്, ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതിരിക്കുന്നവനാണ് ഭാഗ്യവാൻ, നടക്കുന്നവൻ നിർഭാഗ്യവാനാണ്. ഈ കാലഘട്ടത്തിൽ ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ദുഷ്ടൻ ഒരിക്കലും നേരിട്ട് പ്രത്യക്ഷപ്പെടാറില്ലെന്ന് ആദ്യം പറഞ്ഞല്ലോ. ആരിലൂടെയായിരിക്കും? സുഹൃത്തുക്കളിലൂടെ, സ്നേഹിതരിലൂടെ, ഒരുപക്ഷെ ജീവിത പങ്കാളിയിലൂടെ, അതുമല്ലെങ്കിൽ പ്രിയപ്പെട്ട കൂടപ്പിറപ്പുകളിലൂടെയൊക്കെ ആയിരിക്കും ഈ ആക്ഷൻ നടത്തുന്നത്. കൊടുക്കേണ്ടി വരുന്ന വില മുൻകൂട്ടി കാണാൻ പലർക്കും കഴിയുന്നില്ല. ഇങ്ങനെ വിചാരിച്ചാൽ എന്തെങ്കിലും കാര്യത്തിൽ ആർക്കെങ്കിലും ഇടപെടാനാകുമോ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. ദൈവമക്കളെ, അങ്ങനല്ല പറഞ്ഞു വന്നത്. വിവേചിക്കണം, നല്ലവണ്ണം കൂട്ടിയും കിഴിച്ചും പരിശോധിക്കണം. ഒരു കാര്യത്തിലേക്ക് സമ്പൂർണ്ണമായും എടുത്തു ചാടി മുങ്ങുന്നതിന് മുൻപ് ആദ്യം വിരലൊന്ന് നനയ്ക്കണം. അപ്പോൾ അറിയാം എന്താണ് ട്രെൻഡെന്ന്. മുമ്പിലിരിക്കുന്ന വെള്ളത്തിന് ചൂടുണ്ടോ എന്ന് തൊട്ടു നോക്കിയിട്ടാണ് അത് കുടിക്കുന്നതെങ്കിൽ നാവ് പൊള്ളില്ല. ഈ വെള്ളത്തിന് ചൂടുണ്ടോ എന്ന് തൊട്ടു നോക്കാതെ തിളച്ച വെള്ളം ഇരിക്കുന്ന കപ്പ് അതിൻ്റെ കുഴയിൽ പിടിച്ചെടുത്തിട്ട് ചുണ്ടോട് ചേർത്തത് മോന്തിയാൽ അകം വരെ പൊള്ളും. അപ്പോൾ ഒരു ടെസ്റ്റിംഗ് നടത്താനുള്ള വിവേകമെങ്കിലും ഉണ്ടാകണം. അത്രയാണ് പറഞ്ഞു വയ്ക്കാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ പ്രായോഗികമായി സംസാരിക്കുമ്പോൾ ഇങ്ങനെ അബദ്ധം പറ്റിയ ഒരുപാട് പേര് ഇത് കേട്ടിരുന്ന് അവർക്ക് പറ്റിയ അബദ്ധത്തെ അയവിറക്കുന്നുണ്ട്, പരസ്പരം നോക്കി മുഷിച്ചിലും പ്രകടിപ്പിക്കുന്നുണ്ട്. അന്നേ ഞാൻ പറഞ്ഞതാ, ഇപ്പോൾ മനസ്സിലായില്ലേ, എല്ലാം നഷ്ടപ്പെടുത്തിയില്ലേ, ആരും ആരെയും കുറ്റപ്പെടുത്തണ്ട. ഇന്നലെകളെക്കുറിച്ച് ഓർത്ത് ആരും ആരെയും ശപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ നെടുവേർപ്പെടുകയോ ഒന്നും വേണ്ട. ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ ദൈവവചനത്തോട് ചോദിക്കുക, ദൈവത്തോട് ചോദിക്കുക, ദൈവഹിതം എന്താണെന്നറിയുക, അതിനനുസരിച്ച് കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുക. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരുപാട് മേഖലകളിലൂടെ വിമർശനാത്മകമായി ഈ ചർച്ചകൾ കടന്നു പോകും. ഞാൻ ആ മേഖലകളിലേക്കൊന്നും പോകുന്നില്ല, പോകേണ്ടതില്ല എന്നിപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞതുകൊണ്ടാണ്. പലരെയും ഈ നിലകളിലൊക്കെ കബളിപ്പിച്ചിരിക്കുന്നത് അതുപോലെ വിശ്വാസം കൊടുത്ത ചില ആളുകളാണ്. അതുകൊണ്ടാണ് അത് പറയണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിച്ചു പോയത്. അതവിടെ നിൽക്കട്ടെ. വീണ്ടും 1-ാം സങ്കീർത്തകൻ പറഞ്ഞു, പാപികളുടെ വഴിയിൽ നിൽക്കാത്തവനാണ് ഭാഗ്യവാനെന്ന്. പാപിയോട് അകലം പാലിക്കണം. എന്താണ് പ്രശ്നമെന്ന് നമുക്ക് നല്ലവണ്ണം അറിയാം. ആരോടാണോ നാം പങ്കുചേരുന്നത് അവരുടെ സ്വഭാവം കുറേയെങ്കിലും നമ്മളെ സ്വാധീനിക്കാതിരിക്കില്ല. ഒരുപക്ഷെ ഇന്ന് ഒരുപാട് പേരുടെ ജീവിതത്തിൽ വലിയ തകർച്ചയുണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഈ പാപിയോടുകൂടിയുള്ള സഞ്ചാരമാണ്. തൻ്റെ വഴിയിൽ ആരാണുള്ളത്, അല്ലെങ്കിൽ താൻ ആരുടെ വഴിയിലാണ് നടക്കുന്നത് എന്നൊന്ന് വിവേചിക്കാനുള്ള ബോധമുണ്ടായാൽ മതി. പാപിയുടെ വഴി ഒരിക്കലും നല്ലിടത്തേക്ക് ചെല്ലില്ല. നാട്ടുംപുറത്ത് മനോഹരമായൊരു ചൊല്ലുണ്ടല്ലോ, പാപി ചെല്ലുന്നിടം പാതാളം. അതൊക്കെ ഒരു തമാശയായിട്ടാണ് നമ്മുടെ ആളുകൾ പലപ്പോഴും കണക്ക് കൂട്ടിയിട്ടുള്ളത്. എന്നോട് ഒത്തിരി പേര് വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട്, അച്ഛാ പാപി ചെല്ലുന്നിടം പാതാളം എന്ന് പറഞ്ഞ കൂട്ടാ എൻ്റെ കാര്യം, ഞാൻ എവിടെ ചെന്നാലും എന്ത് ചെയ്താലും ഒരു കാര്യവും ശരിയാകത്തില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, പാപി ചെല്ലുന്നിടം പാതാളം എന്നുള്ളതൊരു പഴഞ്ചൊല്ലല്ല, ഒരു പരമാർത്ഥമാണ്, സത്യമാണത്. പാപി ചെല്ലുന്നിടം പാതാളം തന്നെയാണ്. ആ പാപിയുടെ വഴിയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ പാപിയുടെ വഴിയിൽ നടക്കുക, പാപിയോടുകൂടെ നടക്കുക, പാപി ചെല്ലുന്നിടത്ത് ചെല്ലുക, പാതാളത്തിലെത്തുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഒരാളോട് കൂടെ നടക്കുമ്പോൾ, ഒരാളുടെ കൂടെ നടക്കാൻ തീരുമാനിക്കുമ്പോൾ അതിനു മുമ്പ് ആ ആൾ ആരാണെന്ന്, അയാളുടെ വ്യക്തിത്വം എന്താണെന്ന്, വിശ്വാസം എന്താണെന്ന്, അയാളുടെ നീതിബോധം എന്താണെന്ന്, നടപ്പ് വഴി എന്താണെന്ന് പരിശോധിക്കാനും വിവേചിച്ചറിയാനുമുള്ള ബോധമുണ്ടാകണം. അതിനുള്ള വിവേകം കാണിക്കണം. അല്ലെങ്കിൽ അതിനും വലിയ വില കൊടുക്കേണ്ടി വരും. ഇതുപോലെ നടന്നതിൻ്റെ പേരിൽ ഒരുപാട് പേരുടെ ജീവിതം നീതിമാന്മാരായിരുന്നു, സത്യസന്ധരായിരുന്നു, ന്യായമായിട്ടും നീതിയായിട്ടും ജീവിച്ചവരാണ്, ദൈവവഴി തിരഞ്ഞെടുത്ത് നടന്നവരാണ്. വഴിയിൽ അങ്ങനെ ഒരുപാട് പേർ വീണുപോയിട്ടുണ്ട്. ഒരുപാട് പേരുടെ ജീവിതം വഴുതിപ്പോയിട്ടുണ്ട്.
പാപികളുടെ വഴിയിൽ നിന്നതുകൊണ്ട്, പാപിയോടുകൂടെ നടന്നതുകൊണ്ട്. മദ്യപാനിയോട് സംഘം ചേരുന്ന, കൂട്ടുകൂടുന്ന ഒരു വ്യക്തി പതുക്കെ പതുക്കെ മദ്യപാനത്തിൻ്റെ രുചി അറിയുകയും മദ്യപാനത്തിന് അടിമയാവുകയും ചെയ്യും. മയക്കുമരുന്നിൻ്റെ അടിമയായ ഒരാളോട്, അല്ലെങ്കിൽ അതിൻ്റെ ബിസിനസ് ചെയ്യുന്ന ഒരാളോട് വഴി പങ്കിടുന്ന ഒരാൾ, കൂട്ടുചേരുന്ന ഒരാൾ വൈകാതെ അത് അനുഭവിക്കാനോ അതിൽ പങ്കുചേരാനോ അതിനാൽ നശിക്കാനോ അതിൽ പിടിക്കപ്പെടാനോ ഒക്കെ സാധ്യതയുണ്ട്. കുറ്റവാളികളായ, കുറ്റവാസനയുള്ള ആളുകളോട് സംഘം ചേരുന്ന ആളുകൾക്കും അതേ കുറ്റം തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വരികയും ഒരുപക്ഷെ നാളെ ഒരു ക്രിമിനൽ കേസിലെ പ്രതിയായി ജയിലിൽ അടയ്ക്കപ്പെടുകയോ ചെയ്യേണ്ട സാഹചര്യം വരും. ദൈവമക്കളെ, ഇങ്ങനെ നാം വിലയിരുത്തിപ്പോയാൽ ഒരുപാട് പേരുടെ ജീവിതം കഴിഞ്ഞ നാളിൽ വലിയ വില കൊടുത്തിട്ടുണ്ട്. നമുക്കത് വ്യക്തമായിട്ടറിയാം. നാം ആരോട് പങ്കുചേരുന്നു എന്ന വ്യക്തമായ ബോധം നമുക്കുണ്ടാകണം. നാം നമ്മുടെ നടപ്പ് നിർമ്മലമാക്കണം. ദൈവവചനപ്രകാരം നടക്കണം. ദൈവമക്കളോടുകൂടെ, ദൈവവേല ചെയ്യുന്നവരോടുകൂടെ, അതിൽ വിശ്വസ്തരായ ആളുകളോടുകൂടെ നാം നമ്മുടെ നടപ്പ് ക്രമപ്പെടുത്തണം. നമ്മുടെ ജീവിതം ദൈവവചനപ്രകാരമല്ലെങ്കിൽ നാം പോകുന്നത് നിശ്ചയമായും ദൈവിക പാതയിലായിരിക്കില്ല. അവിടെ നമുക്ക് ദോഷം സംഭവിക്കും. ദൈവമക്കളെ, പാപികളുടെ വഴിയിൽ നടന്ന ആളുകളെല്ലാം പിന്നീട് കരയേണ്ടി വന്നിട്ടുണ്ട്. ആ വഴികളിലൂടെ നടക്കാൻ ദൈവമക്കൾക്ക് ഇടവരരുത്. ദൈവമക്കൾ അതിൽ സൂക്ഷ്മതയുള്ളവരായിരിക്കണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഭാഗ്യവാനാകാനാണ് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഭാഗ്യം കിട്ടണമെന്നാണ് നനയ്ക്കുന്നതെങ്കിൽ പാപികളുടെ വഴി വെറുക്കണം, അത് ഉപേക്ഷിക്കണം. വളരെ ഭാഗ്യകരമായൊരു വീട്ടിൽ ജനിച്ചു വളർന്ന, വളരെ സത്യസന്ധരായ മാതാപിതാക്കളുടെ മകനായി വളർത്തപ്പെട്ട ഒരു കുഞ്ഞ് തൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ചീത്ത കൂട്ടുകെട്ടിലകപ്പെട്ടു. അവനല്ലാത്ത സാഹചര്യത്തിൽ ജീവിക്കാൻ അതേ കോളേജിൽ അവസരമുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രലോഭകന്മാരുടെ സംഘത്തിൽപ്പെട്ടിട്ടാണ് ചീത്ത കൂട്ടുകെട്ടിൽ വശംവദനായി അവൻ പതുക്കെ പതുക്കെ അവരിൽ ഒരാളായി മാറിയത്. വിശുദ്ധരും വിശ്വസ്തരുമായ മാതാപിതാക്കൾ ഒന്നും അറിഞ്ഞില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ ആൾ വളരെ മാന്യമായിട്ടാണ് പെരുമാറിയിരുന്നത്. പതുക്കെ പതുക്കെ ജീവിതത്തിൽ വഴിമാറ്റമുണ്ടായി. മയക്കുമരുന്നിൻ്റെ അടിമയായി, മദ്യപാനത്തിൻ്റെ അടിമയായി, വ്യഭിചാരത്തിനും വെറിക്കൂത്തിനുമൊക്കെ അടിമയായി. പിന്നെ പിന്നെ ക്രിമിനൽ സംഘത്തിൽ അംഗമായി. വീട്ടിലേക്ക് പോകാനുള്ള വഴി മറന്നു. മാതാപിതാക്കൾ ആശങ്കയിലായി. അന്വേഷിച്ചെത്തുമ്പോൾ ആ സമയത്തേക്ക് ഇവൻ നിയന്ത്രണത്തിനപ്പുറം പോയിരുന്നു. മനോരോഗിയുടെ നിലയിലെത്തിയിരുന്നു. മാതാപിതാക്കളെ തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലെത്തിയിരുന്നു. ഒരളവ് വരെ ആരെ കണ്ടാലും അറ്റാക്ക് ചെയ്യുന്ന മൂഡിലെത്തിയിരുന്നു. പാപികളുടെ വഴിയിൽ നിന്നതിൻ്റെയും നടന്നതിൻ്റെയും പരിണിത ഫലമാണ് ആ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ലഭ്യമായ സാഹചര്യത്തിന് അനുകൂലമായി തൻ്റെ ജീവിതത്തിൽ സുഖം തേടിപ്പോകുന്നതല്ല ദൈവ പൈതലിൻ്റെ വഴി. ലഭ്യമായ സാഹചര്യത്തിൽ താൻ ആരാണെന്ന ബോധത്തോടെ തൻ്റെ വ്യക്തിത്വം സൂക്ഷിച്ചുകൊണ്ട്, തൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെടാതെ തന്നെ കരുതി, തനിക്ക് യോജ്യമായ വിധത്തിലുള്ള വഴി തിരഞ്ഞെടുത്ത് കണ്ടെത്തി അതിലൂടെ നടക്കുന്നതാണ് ഭാഗ്യവാനായ മനുഷ്യൻ്റെ ജീവിത വഴി. ഒരുപക്ഷെ ലോകത്തിൻ്റെ ആസ്വാദനങ്ങൾ അവിടെ കുറഞ്ഞുപോയി എന്ന് വരാം. പക്ഷേ ദോഷമില്ല, നന്മ മാത്രമേ സംഭവിക്കുകയുള്ളൂ. തൽക്കാലം ഒരു പരിഹാസം ഏൽക്കേണ്ടി വന്നേക്കാം, ഒറ്റപ്പെടുത്തപ്പെട്ടേക്കാം, മാറ്റി നിർത്തപ്പെട്ടേക്കാം, ഒരുപാട് മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. എന്നാൽ ഭാവിയിൽ വർണ്ണിക്കാനാകാത്ത മഹാഭാഗ്യത്തിലേക്ക് അത്രേ പ്രവേശിക്കാൻ പോകുന്നത്. മൂന്നാമത് 1-ാം സങ്കീർത്തകൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, പരിഹാസിയെ വിട്ടൊഴിയണമെന്ന്. പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പരിഹാസിയോട് അകലം പാലിക്കണം, പരിഹാസിയായൊരു മനുഷ്യനോട് ചേർന്ന് നിൽക്കരുത്, അവനോട് കൂട്ടുകൂടരുത്, അവനുമായി സംഘം ചേരരുത് എന്നാണ്. ഈ പരിഹാസി എന്ന് പറയുന്ന മനുഷ്യനൊരു വലിയ കുഴപ്പക്കാരനാണ്. അവൻ മറ്റുള്ളവരുടെ ജീവിതത്തെ നിരന്തരം മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കും. പരിഹാസിയുടെ സ്ഥിരം തൊഴിൽ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ചിരിക്കുക, മറ്റുള്ളവരുടെ കുറവ് കണ്ടുപിടിക്കുക, കുറ്റം കണ്ടുപിടിക്കുക, ബലഹീനത കണ്ടുപിടിക്കുക, അതിനെ ഹൈലൈറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുക, എന്നിട്ട് മറ്റുള്ളവരെ ചിരിപ്പിക്കുക, ഇയാളും ചിരിക്കുക. ഇവിടെ ഒരു വലിയ ദോഷമുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ പരിഹാസിയായിരിക്കുന്നത് പരിഹസിക്കപ്പെടുന്ന വേറൊരു വിഭാഗം ആളുകളുള്ളത് കൊണ്ടാണ്. പരിഹസിക്കപ്പെട്ടവൻ
സ്വാഭാവികമായും ഒരു കഴിവ് കുറഞ്ഞവനോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും പിഴവ് പറ്റിയവനോ ആയിരിക്കാം. അങ്ങനെ കഴിവ് കുറഞ്ഞതുകൊണ്ടോ പിഴവ് പറ്റിപ്പോയതുകൊണ്ടോ നിരന്തരം പരിഹസിക്കപ്പെടുന്ന ഏതു മനുഷ്യൻ്റെയും ഹൃദയം വേദനിക്കും. പരിഹാസം കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ബലഹീനരായ ആളുകൾ അവരുടെ നെഞ്ച് നീറും. സംസാര വൈകല്യമുള്ള ഒരാൾ മുഖത്ത് നോക്കി പരിഹസിച്ചാൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൂട്ടി ഇയാളെ പരിഹസിച്ച് എല്ലാവരും കൂടെ ചിരിച്ചാൽ, ഈ സംസാര വൈകല്യമുള്ള മനുഷ്യന് വല്ലാതെ നോവും. കണ്ണിന് കാഴ്ചക്കുറവുള്ള ഒരു മനുഷ്യനെ അതിൻ്റെ പേരിൽ ആരെങ്കിലും പരിഹസിച്ചാൽ ആ പരിഹാസം കേൾക്കുമ്പോൾ അവന് വല്ലാതെ നോവും. സൗന്ദര്യം കുറവുള്ള, നിറം കുറവുള്ള ഒരു പെൺകുട്ടിയെയോ ഒരു ആൺകുട്ടിയെയോ സ്വന്തം വീട്ടിലുള്ള മാതാപിതാക്കളോ ഗ്രാൻഡ് പേരൻസോ അല്ല കൂടപ്പിറപ്പുകളോ നിരന്തരമായി ഇതേ കാരണം പറഞ്ഞ് പരിഹസിച്ച് ചിരിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ പരിഹസിക്കപ്പെടുന്നവരുടെ കണ്ണ് നിറയും, അവരൊരുപാട് വേദനിക്കും. ഇതൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് അച്ഛനീ പറയുന്ന സന്ദേശം കേട്ട് ഇപ്പോൾ നിറകണ്ണോടെ ഇരിപ്പുണ്ട്. പക്ഷേ പരിഹാസി ഇപ്പോഴും ഇത് കേട്ട് കൂസലില്ലാതെ ഇരിക്കുന്നുമുണ്ട്. ദൈവമക്കളെ, ഈ പരിഹസിക്കപ്പെടുന്ന മനുഷ്യൻ്റെ കണ്ണുനീര് ദൈവം അപ്പോൾ തന്നെ തുരുത്തിയിൽ ശേഖരിക്കും, യാതൊരു തർക്കവുമില്ല. പരിഹസിക്കപ്പെടുന്ന മനുഷ്യൻ അതിവേദന അനുഭവിക്കുകയാണ്. ആ മനുഷ്യൻ്റെ വേദന ദൈവം കാണാതിരിക്കില്ല. ഒരു കാര്യം പരിഹാസി ഓർക്കണം, പരിഹസിക്കപ്പെടുന്നവൻ്റെ മേൽ ഏതെങ്കിലും ശിക്ഷ വരാനുണ്ടെങ്കിൽ ആ ശിക്ഷ പിന്നെ സ്വീകരിക്കേണ്ടി വരുന്നത് പരിഹാസിയാണ്. വേറൊരു കാര്യം കൂടെ പരിഹാസി ഓർക്കണം, പരിഹാസിയുടെ മേൽ എന്തെങ്കിലും ഒരു അനുഗ്രഹം വരാനിരിപ്പുണ്ടെങ്കിൽ അത് പിന്നെ അനുഭവേദ്യമാകാൻ പോകുന്നത് തന്നാൽ പരിഹസിക്കപ്പെട്ടയാൾക്കാണ്. പരിഹാസിക്ക് രണ്ട് നഷ്ടമാണ്, പരിഹസിക്കപ്പെടുന്നയാൾക്ക് രണ്ട് ലാഭവും. പരിഹാസിയുടെ രണ്ട് നഷ്ടം: ഒന്ന്, പരിഹസിക്കപ്പെട്ടവൻ്റെ ശിക്ഷ കൂടെ ഏൽക്കണം; രണ്ട്, തനിക്ക് കിട്ടേണ്ട പുണ്യം പരിഹസിക്കപ്പെട്ടവൻ കൊണ്ടുപോകും. പരിഹസിക്കപ്പെട്ടവന് കിട്ടുന്ന രണ്ട് പുണ്യം: ഒന്ന്, തൻ്റെ മേൽ വരേണ്ട ശിക്ഷ പരിഹാസി ഏറ്റെടുത്തുകൊള്ളും; രണ്ട്, അവന് കിട്ടേണ്ട അനുഗ്രഹം കൂടെ തനിക്ക് കിട്ടും. അതുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ ഒരുപാട് പരിഹസിക്കപ്പെട്ട പാവങ്ങൾ ഇന്നത് ഓർത്ത് ആനന്ദിക്കട്ടെ. ഞാൻ പറയാം, ഒരുപാട് പരിഹാസം ഏൽക്കേണ്ടി വന്ന് വീട്ടിലെല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട്, തിരസ്കരിക്കപ്പെട്ട്, ഒറ്റപ്പെട്ട് കഴിഞ്ഞുകൂടേണ്ടി വന്ന ചില കുട്ടികളുണ്ട്. എന്നാൽ ഭാവി ജീവിതത്തിലെത്തിയപ്പോൾ, കുടുംബജീവിതത്തിലെത്തിയപ്പോൾ 4 മക്കളിൽ ഏറ്റവും സൗഭാഗ്യകരമായ കുടുംബജീവിതവും ഏറ്റവും ആനന്ദകരമായ കുടുംബജീവിതവും കിട്ടിയത് ആ കുട്ടിക്കായിരുന്നു. അവളെ തിരിഞ്ഞിട്ടാക്രമിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചവിട്ടിമെതിക്കുകയും ആക്ഷേപിക്കുകയും മുഖത്ത് തുപ്പുകയും ഒക്കെ ചെയ്ത സഹോദരങ്ങൾ കണ്ണുനീരും കയ്യുമായി കാലം പോക്കുന്നുണ്ട്. അവർക്ക് ലഭ്യമായ ഭർത്താക്കന്മാർ 3 പേരും വലിയ കുഴപ്പക്കാരും മദ്യപാനികളും വഴക്കാളികളും കുടുംബത്തിൽ വലിയ ബഹളമുണ്ടാക്കുന്നവരുമാണ്. അവർക്ക് പിറന്ന കുഞ്ഞുങ്ങളും മാതാവിനെ സ്നേഹിക്കാൻ മനസ്സില്ലാത്തവരും വലിയ വഴക്കാളികളുമാണ്. എന്നാൽ ഈ പരിഹാസമേറ്റ് സഹോദരങ്ങളുടെ മധ്യേ ഇടിഞ്ഞ മനസ്സുമായി ജീവിച്ചവൾ ഇന്ന് ഉല്ലാസ നൃത്തമാടുകയാണ്. ഇതൊരു കുഞ്ഞുദാഹരണമാണ്. ഒരുപക്ഷെ ഇതിൻ്റെ അനുഭവസ്ഥരും ഇത് കേൾക്കുന്നുണ്ട്. ദൈവമക്കളെ, ആരെയും പരിഹസിക്കാതിരിക്കുക, അത് നിർഭാഗ്യം കൊണ്ടുവരും. പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതിരിക്കുക, പരിഹാസിയോട് പങ്കു ചേരാതിരിക്കുക, പരിഹാസി പറയുന്ന പരിഹാസം കേട്ട് പാവപ്പെട്ടവരെ നോക്കി ചിരിക്കാതിരിക്കുക, അതൊക്കെ ഭാഗ്യവാന്മാരാകാനുള്ള വഴികളാണ്. അപ്പോൾ 1-ാം സങ്കീർത്തകൻ വരച്ചിട്ട് തന്ന ഭാഗ്യവാനാരാണ്? ദുഷ്ടന്മാരെ വിട്ട് അകന്നു നിൽക്കുന്നവൻ, പാവിയുടെ വഴി വിട്ട് അകന്നു നിൽക്കുന്നവൻ, പരിഹാസിയെ വിട്ടൊഴിയുന്നവൻ, അവനാണ് ഭാഗ്യവാൻ. ആ ഭാഗ്യവാൻ ഞാനാണെന്ന് ജീവിതത്തിലൊന്ന് ഉറപ്പിക്കാനും ഒന്ന് സ്ഥിരീകരിക്കാനും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സാധിച്ചെങ്കിൽ അതിന് ഭാഗ്യമുണ്ടായെങ്കിൽ എന്നോർത്തു പോകുന്നു. അല്ല, തിരിച്ചാണെങ്കിൽ ഇത് അനുദപിക്കാനും തെറ്റുതിരുത്താനുമുള്ള ഒരവസരമായി പരിണമിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടെ നിന്ന് ഞങ്ങളെ മനോഹരമായി സന്ദർശിച്ചല്ലോ. ആരാണ് ഭാഗ്യവാനെന്ന ചോദ്യത്തിന് 1-ാം സങ്കീർത്തകൻ തന്ന ഉത്തരത്തെ എണ്ണി അടിവരയിട്ട് ഞങ്ങളെ പഠിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തല്ലോ. കേൾപ്പിച്ച വിലയേറിയ സന്ദേശത്തിനായിട്ട് സ്തോത്രം.
കേട്ട ദൂതിനൊത്തവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് ഒരുക്കുവാൻ, ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ പേര് ചേർക്കപ്പെടേണ്ടതിന് പാപിയെ വിട്ടകലുവാൻ, ദൈവമേ ദുഷ്ടന്മാരുടെ ആലോചനയിൽ നിന്ന് അകലം പാലിക്കുവാൻ, പാപിയുടെ വഴിയിൽ നിന്ന് ദൂരം പാലിക്കുവാൻ, പരിഹാസിയെ വിട്ടൊഴിയുവാൻ ദൈവമേ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. ഒപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പരിഹസിക്കപ്പെട്ടവരെങ്കിൽ ദൈവം ഞങ്ങൾക്ക് നന്മ കരുതിയിട്ടുണ്ടെന്നോർത്ത് ആനന്ദിപ്പാൻ ഭാഗ്യം തരുമാറാകണം. കേട്ട സകല മക്കളെയും അവിടുത്തെ ആത്മാവ് ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. ഈ സന്ദേശം അവരുടെ ജീവിതത്തിൽ വലിയ പുതുക്കമായി രൂപാന്തരമായി മാറട്ടെ. ദൈവമായ കർത്താവെ, അടിയങ്ങളെ ബലപ്പെടുത്തിയാട്ടെ. പ്രാർത്ഥന അവിടുന്ന് കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.